അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മുടിയും താടിയൊക്കെയാണ് വരയ്ക്കുന്നത്. അപ്പം മുടി വരയ്ക്കുമ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ പെൻസിൽ നല്ലോണം ഷാർപ്പൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ തന്നെ വരയ്ക്കുക, ഓരോ ലൈൻസായിട്ട് വരയ്ക്കുക. അതിന് മുമ്പ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഫോട്ടോ ഒന്ന് റെഫറൻസ് ചെയ്യുക. അത് ഈ മുടി വരയ്ക്കുമ്പോഴാണെങ്കിൽ പോലും അതിൻ്റെ മോൾ ഭാഗം, ഇപ്പോൾ ഞാൻ വരച്ചിട്ടിരിക്കുന്ന ഭാഗം നിങ്ങൾക്ക് നോക്കുക, മോൾ ഭാഗത്തേക്ക് ലൈറ്റ് ഷെയ്ഡും അതിൻ്റെ താഴേക്ക് ഡാർക്ക് ഷെയ്ഡുമാണ് വരുന്നത് മുടിയുടെ. അപ്പം അത് ലൈറ്റ് അടിക്കുന്നതിൻ്റെ ഒരു ഇത് കൊണ്ടുവരുന്നതാണ്. അതായത് മോൾ ഭാഗത്തൊരു ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. അപ്പം നമുക്ക് വരയ്ക്കുമ്പം അത് നോക്കി മനസ്സിലാക്കിയ ശേഷം വരയ്ക്കുക. അപ്പോൾ അതനുസരിച്ച് നമ്മൾ താഴോട്ട് ഡാർക്ക് ഷെയ്ഡും മോൾ ഭാഗത്തേക്ക് ലൈറ്റ് ഷെയ്ഡും കൊടുക്കുക. പെൻസിൽ മാറണമെന്നൊന്നുമില്ല, ഒരു പെൻസിൽ ഉപയോഗിച്ച് തന്നെ നമുക്ക് ലൈറ്റായിട്ടും ഡാർക്കായിട്ടും വരയ്ക്കാൻ സാധിക്കും. അപ്പം അതുപോലെ തന്നെ മുടി ഈരി വെച്ചേക്കുന്ന രീതി അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുക. അപ്പം ഈ ഒരു സൈഡിലേക്കാണ് മുടി കൂടുതൽ ഈരി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സൈഡിലേക്ക് ലൈൻസ് അങ്ങോട്ട് വരയ്ക്കുന്ന രീതിയിൽ നമ്മൾ വരയ്ക്കെടുക്കുക. ഇപ്പം മാക്സിമം മുകളിലോട്ട് ലൈറ്റ് ഷെയ്ഡും താഴേക്ക് ഡാർക്ക് ഷെയ്ഡും കൊടുക്കുക. ആ ഫോട്ടോ നോക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ട് അതിൻ്റെ ഇങ്ങോട്ട് താഴോട്ട് ഭാഗത്തേക്ക് എന്തെങ്കിലും കറുപ്പ് വരുന്നുണ്ടെന്ന്, മുകൾ ഭാഗത്തേക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഇത് കൂട്ട് ഷെയ്ഡ് വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ സാധിക്കും. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചെയ്യുക. പിന്നെ ഇതുപോലെ ബ്രഷ് എന്തെങ്കിലും ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. വരച്ചിട്ട് അത് റിയലിസം കിട്ടാൻ വേണ്ടിയിട്ടാണ്, റിയലിസ്റ്റിക് ആയിട്ട് തോന്നാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ബ്ലെൻഡ് ആക്കി കഴിയുമ്പോൾ തന്നെ ആ മുടിയുടെ ഒരു മൊത്തത്തിലൊരു എടുപ്പ് കിട്ടും, അതായത് ഒരു റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് തോന്നും. അപ്പം ഇങ്ങനെ ബ്രഷ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് കോട്ടൺ ബഡ്സ് തന്നെ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചാണെങ്കിലും ബ്ലെൻഡ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഓരോ ഭാഗങ്ങളായിട്ട് നോക്കി ചെയ്താൽ മതി. ഇപ്പോൾ പെൻസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉപയോഗിക്കാം. ഞാനിപ്പോൾ അവസരമാണ് ഉപയോഗിക്കുന്നത്. ഏത് പെൻസിലാണെങ്കിലും നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ച് ഷെയ്ഡ് ചെയ്യുമ്പം ആ ഡാർക്ക് ഷെയ്ഡ് ആയിക്കോളും. പിന്നെ ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് പിടിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ലൈറ്റ് ഷെയ്ഡ് വന്നോളും. അതിപ്പം ഒരു പെൻസിൽ തന്നെ മതി, നമുക്ക് HP പെൻസിൽ തന്നെയാണെങ്കിൽ മതി. പെൻസിൽ കൂട്ടിയെടുക്കണമെന്നില്ല, അതായത് ഡാർക്കുള്ള പെൻസിൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ മുടിയുടെ ഭാഗം ഫുള്ളായിട്ട് വരച്ചിട്ട് മൊത്തം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഫോട്ടോയിലുള്ള പോലെ ഏകദേശമൊക്കെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ താടിയാണ് വരയ്ക്കുന്നത്. അപ്പോൾ താടി വരയ്ക്കുമ്പോഴും അതേ മെത്തേഡ് തന്നെ ഉപയോഗിക്കാം. ലൈൻസ് ആയിട്ട് വരയ്ക്കുക. എന്നിട്ട് അതും ഓരോ സൈഡ് ഇപ്പം നമുക്ക് നോക്കാൻ മനസ്സിലാകുന്നുണ്ട്, ഈ വലത്തെ സൈഡിലേക്ക് ലൈറ്റ് ഷെയ്ഡ് വരുന്നുള്ളൂ, അതായത് ഒത്തിരി ഡാർക്ക്നെസ് വരുന്നില്ല. പക്ഷേ ഞാനിപ്പോൾ ഈ വരയ്ക്കുന്ന ഈ ഒരു ഭാഗം കുറച്ച് ഡാർക്കാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മുടി വരച്ചത് എങ്ങനെയാണോ ആ മെത്തേഡ് തന്നെ ഉപയോഗിച്ച് നമ്മൾ താടിയും വരയ്ക്കുന്നു. അതുപോലെ തന്നെ മീശയുടെ ഭാഗവും വരയ്ക്കുക. അതും അവിടെ കുറച്ച് ലൈറ്റ് അടിക്കുന്ന ഭാഗങ്ങളുണ്ട്, അല്ലാത്ത ഭാഗങ്ങളുണ്ട്. അത് ഫോട്ടോ നോക്കി റെഫറൻസ് ചെയ്തിട്ട് വരയ്ക്കുക. ഇത് അത്യാവശ്യം സമയത്ത് തന്നെ ഇതും ചെയ്യുക നിങ്ങൾ. അപ്പം അതേ മെത്തേഡ് ഫോളോ ചെയ്യുക, ഫുള്ളായിട്ട് വരച്ചെടുക്കുക. അപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നും പറയാനില്ലെന്ന് തോന്നുന്നു. നമ്മൾ ഇത്ര ഭാഗം വരയ്ക്കുന്നുള്ളൂ. പിന്നെ അടുത്ത ഭാഗത്ത് നമ്മൾ കണ്ണും മറ്റേ മുഖത്തെ ഷെയ്ഡിങ്ങും ഒക്കെ ചെയ്യുന്ന അടുത്ത ഭാഗത്തിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ നമ്മൾ ഇത്ര ഭാഗം ചെയ്യുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് വരച്ച് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ പാട്ടായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് വരച്ച് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വരയ്ക്കാൻ പഠിക്കുന്നവരും ഒക്കെ ഒരുപാട് പേര് കാണുമായിരിക്കും, നിങ്ങൾ കൂട്ടുകാരൊക്കെ കാണുമായിരിക്കും. അപ്പോൾ അവരിലേക്ക് ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളും വരച്ച് നോക്കാൻ താല്പര്യമുള്ളവരൊക്കെയാണ് വരച്ച് നോക്കുക.